കുഞ്ഞുങ്ങൾ ബെഡിൽ കിടന്ന് മുള്ളുന്നുണ്ട്, ബെഡ് വെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒന്ന്, പകൽ സമയത്ത് കുഞ്ഞിന് ധാരാളമായിട്ട് വെള്ളം കൊടുക്കുക. സന്ധ്യ ആയി കഴിഞ്ഞാൽ വെള്ളം കൊടുക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുക. രണ്ട്, കെഫീൻ ചേർന്ന സാധനങ്ങൾ, കോഫി, ടീ, കോള അതുപോലെയുള്ള സാധനങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അത് ഡയൂറിറ്റിക് ആണ്, കുഞ്ഞ് കണ്ടമാനം മൂത്രമൊഴിക്കും. മൂന്നാമതായിട്ട് ഷുഗർ ചേർന്ന സാധനങ്ങൾ, അപ്പം മധുരമുള്ള ജ്യൂസസ് ഒക്കെ കണ്ടമാനം കുടിച്ച് ഒത്തിരി ചോക്ലേറ്റ് കഴിച്ചു കഴിഞ്ഞാലും ബെഡിൽ മൂത്രമൊഴിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, കുഞ്ഞ് സ്ഥിരമായിട്ട് മൂത്രമൊഴിക്കുന്ന ഒരു സമയം ഉണ്ടാവില്ല, 2 മണിക്കോ 3 മണിക്കോ, അതിന് അരമണിക്കൂർ മുമ്പ് അലാം വെച്ച് കുഞ്ഞിനെ എണീപ്പിച്ച് ബാത്റൂമിൽ കൊണ്ട് നിർത്തുക. പല ദിവസങ്ങളിൽ ഇത് ചെയ്ത് കഴിയുമ്പോൾ അത് കുഞ്ഞിന് തന്നെ ശീലമായിക്കോളും, കുഞ്ഞ് രാത്രിയിൽ എണീറ്റോളും. പിന്നെ ഇന്ന് ചെയ്യാൻ പറ്റുന്നത്, കുഞ്ഞ് എത്ര ദിവസങ്ങളിലാണോ ഒരാഴ്ചയിൽ മൂത്രം ഒഴിക്കാതിരിക്കുന്നത് അത്രയും ദിവസങ്ങൾക്ക് ഒരു ടിക്ക് ഇട്ടിട്ട് കുഞ്ഞിന് ചെറിയൊരു സമ്മാനം കൊടുക്കുക. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്യുമ്പോഴും കുഞ്ഞിൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വരും. ഇതോടൊപ്പം തന്നെ കുഞ്ഞിന് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം. കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിലും കണ്ടമാനം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം. സ്ട്രെസ്സായിട്ട് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്, സ്ഥലം മാറിയിട്ടുണ്ട്, സ്കൂൾ മാറിയിട്ടുണ്ട്, പുതിയൊരു കുഞ്ഞുമാമ വന്നിട്ടുണ്ട്, ആ സമയങ്ങളിൽ കുഞ്ഞ് കുറച്ച് ദിവസത്തേന് ബെഡ് വെറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് ഈ സിറ്റുവേഷൻ മാറുന്ന അനുസരിച്ചിട്ട് കുഞ്ഞിൻ്റെ കണ്ടീഷനും മാറിക്കോളും. താങ്ക് യു.